അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു പാഠമാണ്. ഒരിക്കൽ ഒരാൾ നിത്യവൃത്തിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. മുത്തുനബി ചോദിച്ചു, നിന്റെ വീട്ടിൽ വിൽക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ? അതെ, ഞങ്ങൾ വിരിക്കാനും ധരിക്കാനും ഉപയോഗിക്കുന്ന ഒരു പുതപ്പും ഞങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രവും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവ രണ്ടും കൊണ്ട് ഇവിടെ വരൂ. അൻസാരി പാത്രവും വിരിപ്പുമായി വന്നു. അവ രണ്ടും എടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോട് ചോദിച്ചു, ഇവ രണ്ടും ആർക്ക് വാങ്ങാൻ കഴിയും? സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാനിത് 1 ദിർഹമിന് വാങ്ങാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 ദിർഹമിനേക്കാൾ വില നൽകി ആർക്കിത് വാങ്ങാൻ കഴിയും? മറ്റൊരാൾ സദസ്സിൽ നിന്ന് പറഞ്ഞു, ഞാനിത് 2 ദിർഹമിന് വാങ്ങാം നബിയേ. 2 ദിർഹമിന് കച്ചവടം ഉറപ്പിച്ചു. 2 ദിർഹം അൻസാരിയുടെ കയ്യിൽ കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 ദിർഹമിന് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങുക, മറ്റൊരു ദിർഹമിന് ഒരു മഴു വാങ്ങി ഇവിടെ വരിക. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം മഴുവുമായി തിരിച്ചെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അതിന് ഉറയിട്ട് കൊടുത്തു. ശേഷം ഇങ്ങനെ പറഞ്ഞു, നീ ഇതുപയോഗിച്ച് വിറക് വെട്ടാൻ പോകൂ. ആ വിറക് അങ്ങാടിയിൽ കൊണ്ട് വിൽക്കുക. നീ ഇനി ഇവിടെ 15 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ സന്തോഷത്തോടെ തിരിച്ചുപോയി. 15 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അദ്ദേഹം അല്പം വസ്ത്രവും ഭക്ഷണവും വാങ്ങി. ജനങ്ങളോട് യാചിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കലാണ്. അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങി. രംഗം കണ്ടു നിന്ന സ്വഹാബികളുടെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.